അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്. നമ്മൾ വൈകുന്നേരം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാനെൻ്റെ ഷെബീൻ്റെ സനു പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ചുണ്ടയിൽ ഒരു തായ എന്ന് പറഞ്ഞൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് കുറച്ച് കുട്ടികൾ പിള്ളേർ നടത്തുന്നതാണ്. അപ്പോൾ അവിടത്തേക്കുള്ള ഒരു പോക്കാണ്. എന്താണെന്നുള്ളത് കണ്ടു നോക്കാം. മഴയുണ്ട്, നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടിയിലേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളിത് അവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. കൽപ്പറ്റയാണുള്ളത്. ഷെബി ഉണ്ട്, അതുപോലെ തന്നെ സനുമാടനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വിടാം അല്ലേ. ആ കൽപ്പറ്റ എത്തുമ്പോൾ തന്നെ വലിയ ബ്ലോക്കാണ് കാണുന്നത്. ഹെവി ബ്ലോക്ക്. ശനിയാഴ്ച ആയതുകൊണ്ട് മറ്റേ നെസ്റ്റോല്ല ജാംജുമിൽ നല്ല തിരക്കുണ്ടാവും. അതിന്റെ ബ്ലോക്ക് ആയിരിക്കും മിക്കവാറും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് പിടിച്ച് തുർക്കി വഴി ചാടിപ്പോ അല്ലേ ഷെബി? അല്ല നല്ലത്. ഇവിടെ ഒരു മിസ്സുബിഷി പച്ചീറോ. ഓ നല്ല രസമുണ്ട് കാണേ. ഷെബി ടൗൺ ടു ടൗൺ ഇങ്ങോട്ട് വരണോ ബ്ലോക്ക്? ഇതിലോട്ട് വരട്ടെ. അല്ല അല്ല നമുക്ക് ഈ തുർക്കി വഴി കയറാം. തുർക്കിയിലോട്ടൊരു ചെറിയൊരു വഴിയുണ്ട്, കുറച്ച് അങ്ങോട്ട് കിട്ടും. ഈ ഒരു റോഡിലൂടെ കയറി കഴിഞ്ഞാല് ഇവിടുന്ന് അവിടം വരെ കുറച്ച് മോശമാണ്, പിന്നെ നല്ലതാണ്. നേരെ കോഴിക്കോട് റൂട്ടിന് ചുണ്ടയിലാണ് ഞാൻ ഈ പറഞ്ഞ തായ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉള്ളത്. ചേട്ടാ നമ്മളൊന്ന് പോയിക്കോട്ടെ. മഴ ചെറുതായിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മളെ മനാഫിന്റെ സൗഹൃദ ചായക്കട, നമ്മളെ ഈ മറ്റേ ലോറി ഡ്രൈവർ അവര് ഇവിടുത്തെ പിന്നെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തൊരു ചായക്കടയാണ്, അവരുടെ ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ട്. അത് ഈ ജംഗ്ഷനിൽ തന്നെയാണ്. ഇനി നമ്മൾ നേരെ കോഴിക്കോട് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. എവിടെയൊക്കെ ഹോട്ടലുണ്ട്, ഫ്രൂട്ട് ബേ, അതുപോലെ തന്നെ പാരഡൈസ്. പിന്നെ നമ്മളിവിടെ ഒരു ടീ പോട്ട് കുറച്ച് ദിവസം തുറന്നിട്ട് കണ്ടിട്ട് നമ്മളെപ്പോഴും ചായ കുടിക്കാൻ വരുന്ന ഒരു സ്പോട്ടാണിത്. പിന്നെ എന്തോ പണിയിട്ടിട്ടുണ്ടല്ലോ, ഇതെന്നാ തട്ടി തോന്നുന്നു അല്ല വണ്ടി. നെക്സൺ ഉരുക്ക് വണ്ടീന്റെ മേലെ ഇതാ ഒരു ടാറ്റന്റെ വണ്ടി തട്ടിയിട്ടുണ്ട്. പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൂളിംഗ് ഫ്രണ്ടിൽ ഒരു കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ചെയ്തില്ല, പക്ഷേ എനിക്ക് കൂളിംഗ് ഇതിന്റെ പിന്നെ ഈ ഒരു ലീഗലി അലൗ ചെയ്തപ്പോൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി കണ്ണൂരേക്ക് പോയപ്പോൾ എനിക്ക് വ്യൂ ഭയങ്കര ഇതായിരുന്നു, സീനായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനത് പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഫ്രണ്ടിൽ ഗ്ലാസ് പ്ലെയിനും ബാക്കിയുള്ളത് 50%. ബാക്കിയുള്ള 4 ഗ്ലാസ്സിൽ 50%, ബാക്കിൽ 70% വിസിബിലിറ്റിയാണ് ഉള്ളത്. ഇനി ഒരു മഞ്ഞ ലൈറ്റും കൂടി ആഡ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ ഒന്നും തീരുമാനമായിട്ടില്ല. ഇവിടെ ഒരു പാർക്ക് ഉണ്ട്, ഇൻഫ്രാ പാർക്ക്. മറ്റേ കളിക്കുന്ന പാർക്കല്ല, മറ്റേ ഇതിന്റെ ഇൻഫോ പാർക്ക് പോലത്തെ ഒരു സാധനം അല്ലേ, ഇൻഡസ്ട്രിയൽ ഏരിയ. ഇതേതാ വണ്ടി? ധീര വണ്ടി. ഓക്കെ. ഓവർടേക്ക് ചെയ്യുമ്പം പിന്നെ ഇങ്ങനെ സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ സൈഡാക്കി തരുത്തി പോയിക്കോ. പോയിക്കോ, സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഓവർടേക്ക് ചെയ്യാൻ നിൽക്കുന്നു. എന്നിട്ട് നമ്മുടെ മുമ്പ് തന്നെ ഉണ്ട് ഈ സൈഡാക്കുകയും ചെയ്യും. അതാണ് ഇവരെല്ലാം ഒരു ഹൈലൈറ്റ്. ഇതൊരു ആക്സിലേഷൻ ടെസ്റ്റാണ്. നമുക്ക് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കി നോക്കാം. 0 to 100 അത്ര സെക്കൻഡ് എത്തുമെന്നുള്ള ഒരു ടെസ്റ്റാണിത്. പക്ഷെ അത് നല്ല റോഡുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. മഴയും കൂടിയാണ്, നോക്കാം നമുക്ക് പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഒന്ന് സ്പീഡ് നോക്കുവാണ്. 100 എത്തുമെന്ന് അറിയില്ല. അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒറ്റ ആക്സിലേറ്റർ. 100 കിലോമീറ്റർ സ്പീഡ് എത്തുമെന്നല്ല, കാരണം അത്ര റഷാണ് ഈ റോഡുമിൽ. മഴയോ ആണ്, ഇല്ല 100 എത്തൂല. 85 വരെ എത്തിയിട്ടുള്ളൂ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റില്ല. കറക്റ്റ് അറിയാനാണെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ 100 പിടിക്കണം. ഇപ്പോൾ ഇനി 100 എത്തുന്നവരെ ടൈമിങ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഏകദേശം ഒരു കുറച്ച് സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഒരു അത്യാവശ്യം സ്പീഡിലെത്തി നോക്കും. നമ്മൾ വന്ന ഇത് ഏകദേശം അല്ല ഉണ്ട് തോന്നുന്നു അല്ലേ? ഉണ്ട്. ഇല്ല ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടത്തേക്കാണ് വന്നത്. നമുക്കിവിടെ നിർത്തിയിട്ട് പരിപാടി. ഇതൊന്ന് മരമൊക്കെ മുറിച്ച് ആകെ ആംബിയൻസിൽ നശിപ്പിച്ചല്ലോ വീഡിയോ. അപ്പോൾ നമ്മളിതാണ് തപ്പിക്കൊണ്ട് വന്ന ഇത്. ടായ എന്നാണ്, TAYA തായ എന്നാണ് നമ്മൾ വായിക്കുന്നത്. തായ കഫേ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ മരമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ആംബിയൻസിൻ്റെ ഒരു ഇതുണ്ട്. സാധാരണ ഈ മരമൊക്കെ വരുമ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഇതാണ് ഇത് സനുവണ്ണ അവിടെ പോയിരുന്നിട്ടുണ്ട്. ഷെബി എന്തോ ഓർഡർ ചെയ്യാൻ പോയിട്ടുണ്ട്. സനുവാണ് അടുത്ത തിയേറ്ററിൻ്റെ സാധനം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റിവ്യൂ ചെയ്യേണ്ടത്. ഇപ്പോൾ ലാസ്റ്റ് ഗയാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി ഇനാഗ്രേഷൻ ചെയ്തിട്ടുള്ള ഒരു തിയേറ്ററാണ്.
പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരുന്ന വണ്ടികളുടെ ഒക്കെ മോഡിഫൈഡ് വണ്ടികളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ടമാനം മോഡിഫൈഡ് വണ്ടി അങ്ങോട്ടും ഇവിടെ പോകുന്നുണ്ടായിരുന്നു. ഇതൊരാ ഒരു വർണ്ണ ചെറുതായിട്ട് സ്കേർട്ടും എല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നേരത്തെയും ഒരു സിറ്റി ഹോണ്ട സിറ്റി ടൈപ്പ് 2 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു റോഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് ഇവിടെ. പിന്നെ ഈ മരം അതിൻ്റെ ഒരു കംപ്ലീറ്റ് അടിപൊളിയായിരുന്നു. ഇവർ പോകുന്നതിന് തിരക്കിലുള്ള ചർച്ചയാണ്. അപ്പോൾ ഇത് നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. 3 ചായയും ഒരു ഓർഡർ പ്രൈസ്. ചാമ്പിക്കൂ നോക്കൊന്നും വേണ്ട, വേണ്ട തിന്നോ. 1 സ്പൂണേ ഉള്ളൂ. 3 ഉണ്ടോ? 3 സ്പൂൺ ഉണ്ടല്ലേ. 3 സ്പൂൺ തുടങ്ങിയോ? പൊള്ളിയോ? എന്ത് ചായ പറഞ്ഞ? മസാല ചായ. മസാല അങ്ങനെയുണ്ട് ടേസ്റ്റ്. അടിപൊളിയാ. ഫ്രണ്ട്സാണോ? മീനങ്ങാടിയാടോ? സ്ട്രൈറ്റോ? പച്ചിലക്കാട് മീനങ്ങാടി. ആ റോഡ് വളവല്ലേ മനുഷ്യര്? ആ അത് കുഴപ്പമില്ല. നമ്മള് നമുക്ക് ഏതെങ്കിലും ഒരു ഇതില് നമ്മൾ മറ്റേ ഇതിൽ പോവാണെങ്കിൽ 6 വരി പോവാണെങ്കിൽ നമുക്ക് ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട്. ഇപ്പോൾ ഇതിൽ റിസ്ക് എടുക്കാൻ കഴിയില്ല, മഴയും കൂടിയല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ചായലും കുടിച്ച് നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അവിടുത്തെ നല്ല അടിപൊളി ഫുഡൊക്കെയാണ്. ലോഡർ ഫ്രൈസ് ആണ് നമ്മൾ കഴിച്ചത്. ഭക്ഷണമൊക്കെ അടിപൊളി. അതിന് മുമ്പിൽ ഞാൻ തവണ രാത്രി വന്നിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ചിക്കൻ സ്റ്റീക്ക് അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന സാധനമല്ല. ബീഫിന്റെ കോമൺ ആണ്, പക്ഷെ ചിക്കൻ്റെ കാര്യം കോമൺ അല്ല. സനു കേട്ടോ, ഇപ്പൊ കഴിച്ച സാധനത്തിനെ പറ്റി അഭിപ്രായം പറ. ഒന്ന് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. ഒന്ന് അഭിപ്രായം പറ സനു. അയാൾക്ക് നാണം വരും നോക്കിയാട്ടെ. ഇത് നാണോ? ആദ്യമായിട്ട് തന്നെ ലോഡർ ഫ്രൈസ് നമ്മൾ ഇതിന് മുമ്പ് നിന്നില്ല. ഇയാൾ നിന്നില്ലെന്ന് പറയുന്നത്. ഓ ഇങ്ങോട്ട് അതാ B6 വരുന്നാടാ. ബ്ലാക്ക് നമ്പറും ഇല്ല. നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ ഭയങ്കര വൃത്തിയാടോ. നമ്പർ പ്ലേറ്റ് നോക്കുമ്പോൾ വൃത്തിയാടോ ഉറപ്പാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം വരെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കാണിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.